നമസ്കാരം. കറിവേപ്പിലേക്ക് സ്വാഗതം. അയണും പ്രോട്ടീനും ഒക്കെ സമ്പന്നമായിട്ടുള്ളൊരു പഴയകാല പാചകമാണ് ഇന്നത്തെ റെസിപ്പി, മുതിര സൂപ്പ്. അത് തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് പെട്ടെന്നൊന്ന് കാണാം. ഇതാണ് ശരിക്കും റോ ആയിട്ടുള്ള, അതായത് കുതിർക്കുന്നതിന് മുൻപുള്ള മുതിര. നല്ല ഹാർഡാണിത്. മുതിര എപ്പോഴും കുതിർത്ത ശേഷമേ നമ്മൾ ഉപയോഗിക്കാവൂ. ഇത് മുതിര വെള്ളത്തിൽ കുതിർത്ത് കഴുകി സ്ട്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോഴേക്കും ഇതങ്ങ് സോഫ്റ്റ് ആവും. ഇനി നമുക്ക് ഈ റെസിപ്പിയിലേക്ക് പോകാം. ടിപ്സ് കാണാൻ മറക്കരുത്. ടിപ്സിൽ നിന്ന് 3-4 വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് മുതിരയാണ് എടുത്തിരിക്കുന്നത്. മുതിര ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാകം ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും കുതിർത്ത ശേഷമേ ഉപയോഗിക്കാവൂ. ഈ 1 കപ്പ് മുതിര നന്നായി കഴുകണേ. ഒരു 3-4 പ്രാവശ്യം കഴുകി അതിലേക്ക് 1 കപ്പ് മുതിരയ്ക്ക് കുതിരാനായിട്ട് ഏകദേശം ഒരു 4 കപ്പോളം വെള്ളം ഒഴിക്കേണ്ടി വരും. വെള്ളം കൂടിയാലും കുഴപ്പമില്ല, കുറയാതിരുന്നാൽ മതി. കാരണം ഇത് കുതിർന്ന് വരുമ്പോൾ നമ്മൾ ഈ 1 കപ്പ് മുതിര ഏകദേശം 3 കപ്പോളമായിട്ട് വികസിക്കുമേ. അപ്പം വെള്ളം കൂടുതൽ ഒഴിച്ചാൽ കുഴപ്പമില്ല. കുതിർത്ത വെള്ളം നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. ഒരു 8 മണിക്കൂർ, അതായത് രാത്രി ഇട്ടാൽ രാവിലെ നമുക്ക് കുതിർന്ന് കിട്ടും. ഇത്രയും കുതിർക്കണം, ഒരു 8 മണിക്കൂറെങ്കിലും കുതിർന്ന് വരണം. ഇതിനെ നന്നായിട്ട് കഴുകി ആ പഴയ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് ഒരു 3 കപ്പോളം വെള്ളം, അതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള വെള്ളം ഒഴിക്കണം. 1 തണ്ട് കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, വേണമെങ്കിൽ പിന്നീട് ഇടാമല്ലോ. ഒന്ന് ഇളക്കി സ്റ്റൗ കത്തിച്ച് അതിലേക്ക് വെച്ച് അടച്ച് വെയിറ്റ് വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു 10 തൊട്ട് 15 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ഫസ്റ്റ് വിസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക. മിനിമത്തിലാക്കിയാലും കുഴപ്പമില്ല. എന്നിട്ട് ഒരു 20 മിനിറ്റെങ്കിലും വയ്ക്കുക. മുതിര നന്നായി വേകണം, അതാണ്, എന്നാലേ അതിന് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വിസിൽ വന്ന ശേഷം ഒരു 20 മിനിറ്റോളം എടുത്ത്, എന്നിട്ട് അതിൻ്റെ പ്രഷർ പോയതിന് ശേഷം തുറന്നപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ മുതിരയുടെ ചാറാണ്. അപ്പം നമ്മളിതിനെ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. ഈ അരിച്ച് കിട്ടുന്ന മുതിര കൊണ്ട് നമുക്ക് പല വിഭവങ്ങളും ഉണ്ടാക്കാം. അല്പം ശർക്കരയും തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഈവനിങ് സ്നാക്കാകും. പിന്നെ മുതിര തോരൻ വയ്ക്കാം, മുതിര പുഴുക്കുണ്ടാക്കാം. ഈ മുതിരയുടെ അത്ഭുത ഗുണങ്ങളും പലതരത്തിലുള്ള റെസിപ്പീസും ഉൾപ്പെടുത്തി മുതിര ഒരു അത്ഭുതം എന്ന നല്ലൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നത്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ സ്വീകാര്യതയായിരുന്നു ആ വീഡിയോയ്ക്ക്. മുതിര ദോശപ്പൊടി, മുതിര കൊണ്ടൊരു ഹെൽത്ത് സ്നാക്ക്, പിന്നെ കഞ്ഞിക്ക് വേണ്ടി മുതിര തോരൻ, മുതിര പുഴുക്ക്, പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് ആ മുതിരയെ ഉപയോഗിക്കാമോ അതൊക്കെയായിരുന്നു ആ വീഡിയോയിലെ വിഷയം. 4.5 ലക്ഷത്തോളം പേര് ആ വീഡിയോ കണ്ടിരുന്നു. നല്ലൊരു വീഡിയോ ആണത്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. മുകളിൽ കാണുന്ന ഐ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കുകയോ ചെയ്യാം. ഇന്നത്തെ വീഡിയോയ്ക്ക് നമുക്ക് ആവശ്യം ഈ അരിച്ചെടുത്ത ഗ്രേവി മാത്രം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുതിർന്ന ശേഷം ഒന്ന് ക്രഷ് ചെയ്ത് ഇതുപോലെ ജ്യൂസാക്കി വെക്കണം. ഒരു ടൊമാറ്റോ ചെറുതായി അരിഞ്ഞ് വയ്ക്കുക. ഇതിലേക്ക് കുറച്ച് പൊടികൾ അത് ആവശ്യമുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വെളുത്തുള്ളിപ്പൊടി. ഇല്ലെങ്കിൽ 2-3 വെളുത്തുള്ളി അല്ലി ചതച്ചിട്ടാലും മതി. വെളുത്തുള്ളി പൊടിക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അല്പം ഉപ്പ് കൂടി എടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ അല്പം ഉപ്പ് ഇട്ടിരുന്നു, ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. 2 തണ്ട് കറിവേപ്പിലയും കൂടി. ഇനി ഇതാണ് നമ്മുടെ മുതിര വെന്ത ഗ്രേവി. കുതിർത്ത മുതിരയ്ക്ക് നമ്മൾ കുക്കറിലേക്ക് 3 കപ്പ് വെള്ളമാണല്ലോ ഒഴിച്ചത്. അപ്പോൾ ഇത് വെന്ത് വന്നപ്പോഴേക്കും 2 കപ്പാണ് ഇതിൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നത്. ഇങ്ങനെ നമ്മളൊരു പ്ലേറ്റിലെടുത്ത് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പമാണ്. ഇത് അങ്ങോട്ട് ഒരുമിച്ച് ചേർത്തങ്ങ് ഇട്ടാൽ മതിയല്ലോ. ഇനി ഈ പൊടികളെല്ലാം കൂടി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയും കൂടി അതിലേക്ക് ഒഴിക്കുക. നമ്മൾ ഈ ഉണ്ടാക്കുന്നത് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിൽ ഇത് കൊള്ളു വാട്ടർ എന്നല്ലെങ്കിൽ കൊള്ളു രസം എന്നൊക്കെ പറയും. തമിഴിൽ മുതിര കൊള്ളു എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊന്നും ചേർക്കാതെ തന്നെ ഈ ഗ്രേവിയിൽ അല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് ചെറു ചൂടോടുകൂടെ കഴിക്കുകയാണെങ്കിൽ അതും ഏറ്റവും ഉത്തമം. പിന്നെ ടേസ്റ്റിനും ഒട്ടും കുറവ് കാണില്ല. ഇത് എല്ലാവർക്കും ഉപയോഗിക്കാം. ഇതിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഈ മുതിര വെന്ത വെള്ളം ഫുൾ ഓഫ് അയണും പ്രോട്ടീനുമാണ്. പിന്നെ പനിക്ക് ശേഷം ഊർജ്ജം വീണ്ടെടുക്കാനും, വെയിറ്റ് ലോസ്, ഡയറ്റ് നോക്കുന്നവർക്ക് കുടിക്കാനും, ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒക്കെ ഏറ്റവും നല്ലതാണിത്. ഈവനിങ്ങിലാണ് ഒരു സൂപ്പാണെന്ന് കണക്കാക്കി നമുക്കത് കുടിക്കാം. ജലദോഷം, ചുമ, തൊണ്ടവേദന എല്ലാത്തിനും നല്ലതാണ്. പിന്നെ മഴക്കാലത്ത് നല്ലത്, കർക്കിടകത്തിൽ നല്ലത്, ദഹനത്തിന് നല്ലത്. ചുരുക്കി പറഞ്ഞാൽ ഇതിലില്ലാത്ത ഗുണങ്ങളൊന്നുമില്ല. ഇനി ഇതിനെ ഒന്ന് കടുവറുത്തെടുത്താൽ മാത്രം മതി. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1/2 ടീസ്പൂൺ കടുകും 2 മുളകും 1 തണ്ട് കറിവേപ്പിലയും ഇട്ട്, ഒരു ടൊമാറ്റോ നമ്മൾ അരിഞ്ഞ് വെച്ചില്ല അതുകൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഈ കലക്കി വെച്ചിരിക്കുന്ന ഈ മുതിര ചാറ് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അതിനെ ഒന്ന് 10 അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ആയാലും മതി
ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇതിന് നമുക്ക് ചോറിന് രസമായിട്ട് ഉപയോഗിക്കാം, മുതിര രസം. അല്ലെങ്കിൽ പിന്നെ മുതിരച്ചാറ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതുപോലെ ഫ്രഷായിട്ട് ഇതൊന്നും ചേർക്കാതെ വയ്ക്കുക. ഒരു തണ്ട് മല്ലിയിലയും കൂടി അതിലിടുന്നത്, ഇത് ഇറക്കാറാവുമ്പോഴേക്കും തിളയ്ക്കുന്നതിന് കുറച്ച് മുമ്പേ. പിന്നെ ഇതിനെ ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ തണുത്ത ശേഷം ചെറിയ ചൂടോടെ അരിച്ചെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ സൂപ്പായിട്ട് നമുക്ക് കുടിക്കാം. അല്ലാതെ ഇതുപോലെ പീസസായിട്ട് ഇതിൽ കിടക്കുന്നത് കുടിക്കുന്നത് അതും മതി. ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അപ്പം നമ്മൾ 1 കപ്പ് മുതിര കുതിർത്തപ്പോൾ 3 കപ്പ് മുതിര കിട്ടി. അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചപ്പോൾ 2 കപ്പ് ഗ്രേവി കിട്ടി. ആ 2 കപ്പാണ് ഇപ്പം നമ്മളിവിടെ മുതിര സൂപ്പായിട്ട് തയ്യാറാക്കിയത്. ഇപ്പോഴത്തെ തലമുറക്കാർക്ക് ഈ മുതിരയെ അത്ര പരിചയം കാണില്ല. ഇതുപോലെയുള്ള പഴമയുടെ രുചി കാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഒരു തവണ നമ്മൾ മുതിരയെ അടുത്തറിയുക. ആരോഗ്യകാര്യത്തിൽ മുതിര ഒരു സമ്പത്താണെന്ന് ഞാൻ പലതവണ പറഞ്ഞുവല്ലോ. മുതിര കൊണ്ട് ട്രഡീഷണലായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാനും മടി കാണിക്കരുത്. ടിപ്സ് കൂടി കാണുക. മുതിര നമുക്ക് എവിടെ നിന്ന് വാങ്ങാം, അതിൻ്റെ വില എത്ര എന്നൊക്കെ ഞാൻ ടിപ്സിൽ പറയുന്നുണ്ട്. ടിപ്സിൽ ഇന്ന് ആ മുതിര സൂപ്പ് ഉണ്ടാക്കിയ ആ സെറാമിക് പാൻ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഇത് ഹോക്കിൻസിൻ്റെ ഒരു നോൺ സ്റ്റിക്ക് സെറാമിക് ഫ്രൈങ് പാനാണിത്. ഇതിനോടൊപ്പം നല്ലൊരു ഗ്ലാസ് ലിഡുണ്ട്. പിന്നെ ഇതൊരു വുഡൻ സ്പാച്ചില. ഇതൊരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. ഇത് റെസിപ്പീസും പിന്നെ 5 വർഷത്തെ ഗ്യാരണ്ടി കാർഡും 16 സെൻറ്റിമീറ്റർ ഡയമീറ്ററും 3.25 മില്ലിമീറ്റർ തിക്നെസ്സുള്ള ഗ്രേ കളറുള്ള ഒരു സെറാമിക് കോട്ടഡ് ഫ്രൈങ് പാനാണിത്. ഗ്യാസിലും ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. നല്ല ഹാൻഡിയാണിത്, അധികം വെയിറ്റ് ഇല്ല. ഇത് കൂടാതെ നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ടച്ചുള്ള എന്നാൽ നല്ല ഗ്രിപ്പുമുണ്ട്. ഒരു സിലിക്കോണിലെ ഹാൻഡിലാണ് ഇതിനുള്ളത്. ചിക്കൻ വിഭവങ്ങളും ഉപ്പുമാവും പിന്നെ മുട്ട വിഭവങ്ങളും ഒക്കെ ചുവട്ടിൽ പിടിക്കാതെ തന്നെ കുറച്ച് ഓയിൽ കൊണ്ട് നന്നായി പാചകം ചെയ്യാമെന്നാണ് ഈ ഹോക്കിൻസ് കമ്പനിക്കാർ അവകാശപ്പെടുന്നത്. പക്ഷേ ഞാനിത് ഇന്നാണ് ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. പൊതുവേ കൊള്ളാം, വെയിറ്റും കുറവായതുകൊണ്ട്. എനിക്കിത് കിട്ടുമ്പോൾ ഇതിൻ്റെ വില 1290 ആയിരുന്നു. ഇപ്പോഴത്തെ വില ഞാൻ നോക്കുമ്പോൾ 1072 ഉള്ളൂ. അത് ഇനി അടുത്തത് മുതിര എവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കാം. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, പുതിയ തലമുറയും മുതിരയെപ്പറ്റി അവെയറാണ്. അപ്പം മാർക്കറ്റിലൊക്കെ അതിന് ഡിമാൻഡ് കൂടി. അതുകൊണ്ട് ചെറിയ ഷോപ്പ് മുതൽ വലിയ ഷോപ്പിംഗ് മോളുകൾ വരെ മുതിര ഇപ്പോൾ സുലഭമാണ്. ഇത് ഞാൻ ട്രിവാൻഡ്രത്തെ ലുലു ഷോപ്പിംഗ് മാളിൽ നിന്ന് 1 കിലോ ലൂസായിട്ടുള്ള തൂക്കി വാങ്ങിയതാണ്. അതുകൊണ്ട് അതിൻ്റെ വിലയും അല്പം കുറവാണ്. കിലോയ്ക്ക് 90 രൂപയേ ഉള്ളായിരുന്നു, 90 റുപ്പീസ്. ചെറിയ ഷോപ്പുകളിലൊക്കെ ആണെങ്കിൽ 1/2 കിലോയും 1 കിലോയും പാക്കറ്റായിട്ടാണ് കിട്ടുന്നത്. അതിനല്പം കൂടി വില കൂടുതലായിരിക്കും. എന്നാലും എല്ലാ ചെറിയ ഷോപ്പുകളിലും മുതിര ഇപ്പോൾ അവൈലബിളാണ്. ടിപ്സിൽ ഇനി അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കാം. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വളരെ ഉപകാരപ്രദമായ ഒരു ഐറ്റമാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറേജ് ബാഗാണ്. മോയ്സ്ചർ പ്രൂഫാണ്. അപ്പോൾ ഇതിപ്പോൾ അവർ പാക്ക് ചെയ്തൊക്കെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ രൂപം എന്ന് പറയുന്നത് ഇതിൻ്റെ പിക്ചർ കാണിച്ചിരിക്കുന്ന ഇതുപോലാണ്. ഇതിൻ്റെ മേളിലും താഴെയും ഓരോ സിപ്പുണ്ട്. അപ്പോൾ നമുക്കത് സൗകര്യപ്രദമാണ്. മേളിലുള്ള സിപ്പിലൂടെ നമുക്ക് അതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ വയ്ക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ താഴെയുള്ള സിപ്പ് ഓപ്പൺ ചെയ്ത് അതുവഴി നമുക്കിത് എടുക്കാൻ എളുപ്പം. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ സാരി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. ഇത് മോയ്സ്ചർ പ്രൂഫാണ്. പിന്നെ വാർഡ്രോബ് ഓർഗനൈസറായിട്ട് വയ്ക്കാം. അത് മാത്രമല്ല, ഇതിനകത്ത് ഡെക്കറേഷൻസ്, ബുക്സ്, ടോയ്സ്, പിന്നെ ഓഫീസ് ഐറ്റംസ് എല്ലാം വയ്ക്കാം. പക്ഷെ ഞാനിവിടെ ഇപ്പോൾ സാരി വയ്ക്കാനായതുകൊണ്ട് അതിനായിട്ട് ഉദ്ദേശിച്ചാണ്. പെട്ടെന്നൊന്നും ഉപയോഗമില്ലാത്ത സാരികളെല്ലാം കൂടി ഇടയ്ക്ക് നമ്മൾ എപ്പോഴും ഒന്നും എടുക്കില്ലല്ലോ, അത് അങ്ങനെയുള്ളതെല്ലാം കൂടി ഒരു 8 സാരിയോളം ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. മേലത്തെ സിപ്പ് ഊരിയിട്ടാണ് നമ്മൾ ഈ സാരി വയ്ക്കുന്നത്. ഇതൊരു 10 കൂടുതൽ സാരിയും കുത്തി നിറയ്ക്കാം നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും. അങ്ങനത്തെ നല്ലൊരു ഫ്ലെക്സിബിളാണിത്. പിന്നെ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്ക് സൈഡിൽ കൂടി ഇത് കാണുകയും ചെയ്യാം. നമുക്കതിൽ നിന്ന് എന്തെങ്കിലും സാധനം ആവശ്യമുണ്ടെങ്കിൽ വാർഡ്രോബിലൊക്കെ വെക്കുകയാണെങ്കിൽ സൈഡിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. അപ്പം സൈഡിലെ സിപ്പ് ഓപ്പൺ ചെയ്ത് അതിലൂടെ നമുക്ക് എടുക്കാം. ഇതിൻ്റെ 2 വശത്തും ഓരോ ഹാൻഡിലുണ്ട്. അപ്പം നമുക്കിത് പിടിച്ച് എടുക്കാനൊക്കെ ഒരു സൗകര്യമുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡാണ്. അവിടെ ട്രാൻസ്പെറൻ്റ് ആണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതിൻ്റെ വില നോക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണത്തിന് 251 റുപ്പീസായിരുന്നു, 251 രൂപ. ഞാൻ വാങ്ങിയിട്ട് 1 മാസത്തോളമായി. ഞാനന്ന് വാങ്ങുമ്പോൾ ഇതിന് അവർ 2 യൂണിറ്റ് ഒരുമിച്ചേ കൊടുക്കൂ.
അപ്പം നമ്മൾ രണ്ടെണ്ണം 251 രണ്ടെണ്ണം വാങ്ങിക്കുമ്പോൾ എനിക്ക് 500 റുപ്പീസായി. ഇനി ടിപ്സിലെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ വാങ്ങിയത് കൊണ്ട് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇതൊരു ബാത്റൂം ക്ലീനിങ് സെറ്റാണ്. 5 ബ്രഷുകൾ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ 232 റുപ്പീസിന് വാങ്ങിയതാണ്. എനിക്കത് അന്നത് നല്ലതാണെന്ന് തോന്നിയുകൊണ്ട് വാങ്ങിച്ചു. ഞാൻ വാങ്ങിയത് കൊണ്ട് നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ. 2 ടോയ്ലറ്റ് ബ്രഷും ഒരു പ്ലാസ്റ്റിക് ബ്രൂവും പിന്നെ ഒരു സിങ്ക് ബ്രഷ്, ഒരു ടൈൽസ് വാഷ് ചെയ്യാനുള്ള ബ്രഷ്, ഒരു നോർമൽ ബ്രഷ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. 232 റുപ്പീസ്. അപ്പോൾ ടിപ്സ് എല്ലാം കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആരോഗ്യത്തിനും രുചിക്കും ഒരുപോലെ ഗുണമേന്മ നിറഞ്ഞ മുതിര സൂപ്പ് റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരത്തെ ഞാൻ ചെയ്ത മുതിരയുടെ വീഡിയോ എൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാനും മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. റെസിപ്പി പരീക്ഷിച്ച് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും താങ്ക് യു.